എന്നാ ഇനി ഞങ്ങളങ്ങ് ഇറങ്ങുവാ. വൈകിട്ടത്തെ റിസപ്ഷന്റെ കാര്യം മറക്കരുത്. അറിയാം. രണ്ടാളെ വൈകി മുമ്പേ അങ്ങോട്ട് അയച്ചേക്കാം. എന്നാ ഇറങ്ങട്ടെ. വാസോട്ടാ. പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ, നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ, കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ, ഇത് അവിയലാണെന്നും ബീട്രൂട്ട് ആണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്. ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാട് ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളും ആയിട്ടൊക്കെ അങ്ങ് പോകും. 2 ആഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. പിന്നൊരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആകും. അനക്കോ അല്ല, മിണ്ടാട്ടോ അല്ല, ഉരിയാട്ടോ അല്ല, എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ അങ്ങ് ഇരുന്നോളൂ. പരസ്പരം കാണുന്ന പോലും അലർജി ആകും. അതുപോലെ ആകരുത് നിന്റെ ജീവിതം. പോ. അതെ, നിന്റെ ആ ഉറക്കത്തിൽ തലയിരിഞ്ഞ് കിടക്കുന്ന അസുഖം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. ആ പെണ്ണുങ്ങാനും കണ്ടാൽ നിന്നെ തെറ്റിദ്ധരിക്കും. വരണോ? നന്നായിച്ച വേമ്പ വൃത്തികെട്ടവൻ. മിനിമം ആ കല്യാണ ഷർട്ടെങ്കിലും ഒന്ന് അഴിച്ചു വെച്ച് മനസമാധാനത്തോടെ ശ്വാസം മുട്ടാവുന്ന കഴിക്കേ ഇരിക്കുമോ? മോനെ, ഈ കല്യാണം എന്ന് പറയുന്നത് കൊട്ടും വാദ്യവുമായി ആൾക്കാരെയൊക്കെ വിളിച്ച് ആഹാരം കൊടുക്കുന്ന പരിപാടി മാത്രമല്ല. ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും നിനക്കൊരു കൂട്ടുണ്ട്, ഒരു ബാധ്യതയുണ്ട്. നിർത്ത. നിന്റെ ഭാര്യ ഉണ്ടോന്ന് എന്റെ മോൻ ചോദിച്ചു. അത് പിന്നെ എന്താണെന്നറിയോ പൊന്നു, രാവിലെ മുതൽ ഞാൻ കോളല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ആളുകൾ മുഴുവനും നമ്മളെ നോക്കി വിളിച്ചുകൊണ്ടിരുന്ന നമ്മളെങ്ങനെ കഴിക്കൂടി? എനിക്കാണെങ്കിൽ ഈ ഫോർമാലിറ്റിക്ക് ഇങ്ങനെ തൊട്ടോട്ട് കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കണം. അതിന് എന്റെ മോൻ നന്നായിട്ട് വേർത്ത് ജോലിയും ചെയ്യണം. എന്താ ജോലിയും ചെയ്യണമെന്ന്. മോളെ, മേലനങ്ങാതെ ഇങ്ങനെ തിന്ന് എന്റെ മോന് ശീലമുള്ളൂ. ഇനി മോള് വേണം മിടുക്കിയായിട്ട് ഇവനെ ശരിയാക്കി എടുക്കാൻ. ഞാൻ എന്താ പറയുന്ന വെച്ചാൽ അച്ഛൻ ഇത് എന്തിരുന്നോണ്ട് പറയണല്ലേ. ഇനിയെങ്കിലും അവന്റെ കുറ്റം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? അവനിപ്പൊ നമ്മുടെ മകൻ പ്രകാശം മാത്രമല്ല, പിന്നെ പൊന്നുന്റെ ഭർത്താവ് കൂടിയാ. എന്നാലേ ആ വിചാരം ഉണ്ടാകാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. അതാ കുട്ടിയുടെ മുമ്പിൽ വെച്ച് വേണോ? അതെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? എടി, അവനെ ഇന്നലെ കാണാൻ തുടങ്ങിയാണോ അവള്? പിന്നെ നീ വലിയ അമ്മായിയമ്മ ചവഞ്ഞ് എന്നെ ഗുണദോഷം പഠിപ്പിക്കാനൊന്നും വരില്ലേ? നല്ല ഏമണ്ടം പെടയാൻ പഠിക്കും പറഞ്ഞേക്കാം. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. എല്ലാരും നിൽക്കൊരു ഫോട്ടോ എടുക്കാം. എടുത്തോ. ഇനി അങ്ങോട്ട് ഇരിക്കാം. അടിക്കുകയാണെങ്കിൽ നമ്മൾ മൂക്കറ്റടിക്കണം. ഇവിടെ നീ എന്തിനാണ് കുപ്പി എടുത്ത് കൈ വെച്ചേക്കുന്നേ? ഒരു വിസ്കി. ഹലോ, ഇവിടെ മാന്യത വേണം. ക്യൂവില് നില്ലേ, ക്യൂവില്. ഏത് ക്യൂ? ഏത് ക്യൂ? കോട്ടിട്ടുണ്ട് കൂറത്തരം കാണിക്കല്ലേ. എവിടുന്ന് വന്നേ മാനേഴ്സ് ഇല്ലാത്തവന്മാര്? അത് ശരി, കാശ് കൊടുക്കണ്ട, ക്യൂ നിൽക്കാനും പറ്റില്ലേ? എവിടുന്ന് വരണടാ? കൂടെ ഒഴിച്ചേടാ. കൊറേ ആയില്ലേ ഇങ്ങനെ അടിച്ച ചത്തു. ഇങ്ങനെ ചാവൂന്ന് പേടിച്ച് എന്റെ അച്ഛന് ഒരു ദുശ്ശീലും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് എന്തായി? പാതിരാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ നെറുകന്തലെ തെങ്ങിന്റെ ഓല ഉണ്ണി ചത്തു. ഇതാണ് പറയണ, നമുക്ക് എത്ര വേണോ അടിക്കാം, പക്ഷെ മടല് തലേ വിടാതെ നോക്കിയാൽ. നിന്റെ ഫ്രണ്ട് പൊന്നു അവിടെ ഉണ്ട്. മോള് ചെല്ലേ. നമസ്കാരം. നമസ്കാരം. വന്നട്ടെ. ചേട്ടാ, ഒന്നേ. ഇത് എന്റെ കോളേജ് മേറ്റാ ഇന്ദു. ഇത് ഇന്ദുവിന്റെ സിസ്റ്റർ, അത് ഹസ്ബൻഡ്. ഹലോ. 25 കൊടുത്തിട്ട് മൂക്ക് കൂട്ട തിന്നുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, വൈകിട്ട് എന്താ പരിപാടി? എന്താ? അല്ല, വൈകിട്ട് എന്താ പരിപാടി? വൃത്തിയോട് പറയുന്നോടെ പട്ടത്തണ്ടി. എന്ത് വിചാരിച്ചാൽ കൂടെ. അപ്പൊ മോഹൻലാലിന് പറയാം, നമ്മള് പറയുന്നതിലെ കുഴപ്പമുള്ളൂ. ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. മാധവ, ആ തൃശ്ശൂരിൽ നിന്ന് വന്നവർ അന്വേഷിക്കലുണ്ട്. ആണോ? അതെ, പ്രകാശ.
ഞാനിപ്പോ വരാം. ഇങ്ങനെ ആക്രാന്തം കാണിക്കില്ലടാ. പറയാൻ പറ്റൂല 9 മണിക്ക് അടച്ചാലാ. അതിനിത് ബ്യൂറേഴ്സ് അല്ലടാ. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ വാൾ വെക്കാൻ പോയതാ. താൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. Cheers. ഇതെന്തോന്ന് ചെവി തേലാക്കാൻ വയ്യ അവന്റെ ഒരു കൊട്ട്. ഞാൻ ഐശ്വര്യമായിട്ടൊരു പാട്ട് പാടിയിട്ട് വരട്ടെ. ഇവിടെ കൊട്ട് മാത്രം പോരാ, പാട്ടും വേണം. പയ്യന്റെ ആളാണ് ഞാൻ. നീ പോരാ, എനിക്ക് പാടണം. നീ തടിയാ, നീ സമയം കളയാ. മ്യൂസിക് എന്നിട്ട് 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 13 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 14 നിങ്ങൾ ചെന്നൊന്ന് പിടിച്ച് മാറ്റിയാവണം. നീ ചെന്നൊന്ന് പിടിച്ച് മാറ്റിക്കേ. അത് നമുക്കടിക്കാം. നീ പോ. ഞാൻ അടിക്കാം. 15 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അതെ നിർത്തിയോ? 15 ആയപ്പോ ആ അമ്മ പ്രസവം നിർത്തി. ഇല്ലെങ്കിൽ ആ കുടുംബത്ത് ഭ്രാന്താശുപത്രി തുടങ്ങേണ്ടി വന്നേനെ. നിർത്തടാ. നീ ചുമ്മാ അല്ല, നമ്മൾ പയ്യന്റെ ആളാ. അപ്പൊ നമ്മളൊരു പാട്ട് പാടണം. എന്റെ സുഹൃത്താടാ പ്രകാശ്. അപ്പൊ എനിക്കൊരു പാട്ട് പാടണം. പാടി പാടി ഉറക്കിയ സാമഗീതമേ, സാമസംഗീതമേ, അമര ദൈവമേ, ബീറിൽ സോഡ ഒഴിച്ച പോലെ. നിന്റെ വരദാനമേ, വേദനയ പോലും വേദാന്തിയാക്കുന്ന. അല്ലാതെ പെലുവിളി അടിയന്തരല്ലെന്ന് എനിക്കറിയാം. കല്യാണത്തിനല്ലേ ടൈം ചെയ്യാൻ പറ്റൂ. എന്റെ അളിയോ, ഇവരെന്റെ പൊന്നാണ്. ചുമ്മാ ക്ലബിൽ നമ്മൾ എന്തൊരു വെള്ളം അടിച്ചിട്ട് അലമ്പാക്കിയിരിക്കുന്നു. ഞാൻ വില കൂടിയ സാധനം കണ്ടപ്പോ ഒരുപാട് അടിച്ചു. മാന്യമാര് പങ്കെടുക്കുന്ന പാർട്ടിയാ, ചളവാക്കരുത്.